പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ്. കരൂർ ദുരന്തത്തിൽ വിജയ്ക്കെതിരെ രൂക്ഷ വിമർശനവുമായി ഹൈക്കോടതി. നടന്നത് മനുഷ്യനിർമ്മിത ദുരന്തമെന്ന് മദ്രാസ് ഹൈക്കോടതി വ്യക്തമാക്കുകയാണ്. ആരും നിയമത്തിന് അതീതരല്ല, നേതാവ് ഒളിച്ചോടി, പോലീസിനും വീഴ്ച പറ്റിയെന്നും കോടതി വിമർശിക്കുന്നുണ്ട്. കരൂർ എസ്ഐയെ കക്ഷി ചേർക്കാനും കോടതി നിർദ്ദേശം നൽകി. CBI അന്വേഷണം ആവശ്യപ്പെട്ടുള്ള 2 ഹർജികൾ മദ്രാസ് ഹൈക്കോടതി തള്ളി. വിവരങ്ങളുമായി KB ശ്രീധരനുണ്ട്. ശ്രീധരൻ, വിജയ്ക്കെതിരെ ഈ അപകടം നടന്നതിന് തൊട്ടു പിന്നാലെ ഉണ്ടായ ഏറ്റവും വലിയ വിമർശനം തന്നെയാണ് നേതാവ് എന്ന് പറയുന്നയാൾ ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ ഒളിച്ചോടുക എന്ന്. കോടതിയും അത് പറഞ്ഞിരിക്കുന്നു. ആരും നിയമത്തിന് അതീതരല്ല എന്ന് പറയുന്നു. എന്തൊക്കെയാണ് ഹർജികൾ പരിഗണിച്ചപ്പോൾ കോടതിയുടെ നിരീക്ഷണങ്ങൾ, എന്തൊക്കെ തീരുമാനങ്ങൾ? ദിവിഷ്, വിജയ്ക്കെതിരെ കേസെടുക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഹർജി പരിഗണിക്കവെയാണ് അതിരൂക്ഷ വിമർശനം മദ്രാസ് ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നത്. നിയമത്തിന് ആരും അതീതരല്ല എന്ന് കോടതി പറയുന്നു. അതുപോലെ തന്നെ ഏറ്റവും പ്രധാനമായിട്ട് നേതാവ് ഒളിച്ചോടി എന്നുള്ള രൂക്ഷ വിമർശനം കോടതിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നു. ഇതൊരു മനുഷ്യനിർമ്മിത ദുരന്തമാണ്. കോടതിക്ക് കാഴ്ചക്കാരനായി ഇരിക്കാൻ ആവില്ല. TVK നേതാക്കൾ സംഭവ സ്ഥലത്ത് നിന്ന് രക്ഷപ്പെട്ടത് അപലപനീയമാണ്. പശ്ചാത്താപം കാട്ടാൻ പോലും പാർട്ടി തയ്യാറായില്ല. ഇത് വിജയുടെ മാനസിക നില വ്യക്തമാക്കുന്നുവെന്നും കോടതി പറയുന്നുണ്ട്. അതുപോലെ തന്നെ വിജയുടെ പ്രചാരണ വാഹനം ഇടിച്ച് 2 ബൈക്കുകൾ മറിയുന്ന വീഡിയോ പുറത്തു വന്നിരുന്നു. ആ വീഡിയോ ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ട് പോലും എന്തുകൊണ്ട് പോലീസ് കേസെടുത്തില്ല, അല്ലെങ്കിൽ ഒരു നോട്ടീസ് പോലും അയക്കാൻ തയ്യാറായില്ല എന്നുള്ള കാര്യം കൂടി ചോദിക്കുന്നുണ്ട്. തമിഴ്നാട് സർക്കാരിന് അല്ലെങ്കിൽ പോലീസിന് വിജയോട് വിധേയത്വമാണ് എന്നുള്ള ഒരു ചോദ്യം കൂടി, അല്ലെങ്കിൽ ഒരു കാര്യം കൂടി കോടതി പറയുന്നുണ്ട്. ഏതായാലും ഈ ഹർജിയിൽ കോടതി ഇപ്പോൾ പരിഗണിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ മറ്റൊരു ഹർജിയിൽ മധുരൈ ബെഞ്ചിൽ, മദ്രാസ് ഹൈക്കോടതിയുടെ മധുരൈ ബെഞ്ചിലുള്ള ഹർജിയിൽ മുൻകൂർ ജാമ്യം തേടി TVK നേതാക്കളായിട്ടുള്ള ബുസി ആനന്ദും നിർമ്മൽ കുമാറും കോടതിയെ സമീപിച്ചിരുന്നു. ഇതിൽ വിശദമായി വാദം കേട്ടു. പ്രാഥമികമായി, അതായത് അന്വേഷണം നടക്കുന്ന ഈ സമയത്ത് തങ്ങളെ പ്രതി ചേർക്കുന്നത് ശരിയല്ല എന്നുള്ള ഒരു നിലപാടാണ് ഇവർ കോടതിയിൽ വാദിച്ചത്. ഈ ഹർജി വിധി പറയുന്നതിന് വേണ്ടി മാറ്റിവെച്ചിരിക്കുകയാണ്. ഏതാണ്ട് 10 ഹർജികളാണ് കരൂർ ദുരന്തവുമായി ബന്ധപ്പെട്ട് മദ്രാസ് ഹൈക്കോടതി ഇന്ന് പരിഗണിച്ചത്. അതിൽ നേരത്തെ CBI അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ടുള്ള 2 ഹർജികൾ തള്ളിയിരുന്നു. ഇപ്പോൾ കോടതി പ്രത്യേക അന്വേഷണ സംഘത്തെ കൂടി നിയമിച്ചിട്ടുണ്ട്. നോർത്ത് സോൺ IG അസ്ര ഗാർഗിന്റെ നേതൃത്വത്തിലുള്ള ഒരു പ്രത്യേക സംഘം ഈ ദുരന്തം അന്വേഷിക്കണം എന്നാവശ്യപ്പെട്ട്, അല്ലെങ്കിൽ പുതിയ ഒരു ഉദ്യോഗസ്ഥയെ കൂടി നിയമിച്ചിരിക്കുന്നു എന്ന് ഏറ്റവും പുതിയ വാർത്ത കൂടി പുറത്തു വരുന്നുണ്ട്. ഏതായാലും വിജയെ സംബന്ധിച്ച് അതിരൂക്ഷമായിട്ടുള്ള പരാമർശങ്ങളാണ് കോടതിയുടെ ഭാഗത്തുനിന്ന് വന്നിരിക്കുന്നത്. അതോടൊപ്പം തന്നെ പോലീസിനെതിരെയും വലിയ വിമർശനം വന്നിരിക്കുന്നു. ഇത്ര ചെറിയ സ്ഥലത്ത് എങ്ങനെ ഒരു റാലിക്ക് അനുമതി നൽകാൻ സാധിക്കുമെന്നുള്ള ഒരു കാര്യം കൂടി കോടതി നേരത്തെ മറ്റൊരു ഹർജി പരിഗണിക്കവേ ചോദിച്ചിരുന്നു. ഏതായാലും വലിയ വിമർശനം, വലിയ അടി തന്നെയാണ് വിജയ്ക്ക് കിട്ടിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ വിജയ് കരൂരിലേക്ക് പോകാനുള്ള ഒരു ശ്രമം നടത്തുന്നുണ്ടല്ലോ, അതിന് എങ്ങനെയാണ് അനുമതി കിട്ടാനുള്ള സാധ്യത? ഇപ്പോൾ പൊതുയോഗങ്ങൾ കോടതി നിരോധിക്കുന്നു. നേതാവ് ഒളിച്ചോടി എന്ന വളരെ രൂക്ഷമായ വിമർശനം തന്നെ കോടതിയുടെ ഭാഗത്തു നിന്നു. ഈ ഒരു സാഹചര്യത്തിൽ വിജയ്ക്ക് കരൂരിലേക്ക് പോകാൻ ഒരു നിയമപരമായ അനുമതിക്കുള്ള സാധ്യതയുണ്ടോ? പോലീസ് അനുവദിക്കുമോ? സർക്കാർ അനുവദിക്കുമോ? പോലീസ് ഈ കാര്യത്തിൽ തന്നെ നിലപാട് ആദ്യം വ്യക്തമാക്കിയിട്ടുണ്ട്. ഒരു കാരണവശാലും വിജയ് കരൂരിലേക്ക് പോകാൻ അനുമതി നൽകില്ല എന്ന് പോലീസ് നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നു. ഇതിനെ തുടർന്നാണ് മദ്രാസ് ഹൈക്കോടതിയെ അനുമതി തേടി TVK അല്ലെങ്കിൽ വിജയ് സമീപിച്ചത്. ഈ ഹർജിയിൽ ഇതുവരെ വിധി പറഞ്ഞിട്ടില്ല. ഏതായാലും നിലവിലെ സാഹചര്യത്തിൽ അവിടെ വിജയ് പോയാൽ വീണ്ടും വലിയ ആൾക്കൂട്ടം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്, ക്രമസമാധാന പ്രശ്നം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ കോടതി നിലപാട് എന്താകുമെന്നുള്ളത് നിർണായകമാണ്. വിജയ് ആവട്ടെ കരൂരിലേക്ക് പോകാനുള്ള സകല തയ്യാറെടുപ്പും നടത്താനുള്ള നിർദ്ദേശമാണ് പാർട്ടി പ്രവർത്തകർക്ക് നൽകിയിരിക്കുന്നത്. TVK നേതൃയോഗത്തിൽ മുന്നൊരുക്കങ്ങൾ നടത്താനുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട്. 20 അംഗ സംഘമായിരിക്കും വിജയോടൊപ്പം കരൂരിലേക്ക് പോകുക എന്നും തീരുമാനിച്ചിട്ടുണ്ട്. ഏതായാലും ഇക്കാര്യത്തിൽ കോടതി നിലപാട് നിർണായകമാണ്. പക്ഷേ ഇപ്പോൾ കോടതിയുടെ ഭാഗത്തുനിന്ന് വന്ന അതിരൂക്ഷ വിമർശനങ്ങളുടെ പശ്ചാത്തലത്തിൽ വിജയുടെ കരൂർ സന്ദർശനത്തിന്റെ ഭാവി എന്തായിരിക്കും എന്നുള്ളത് ഇനി കണ്ടറിയേണ്ട കാര്യമാണ്. ശരി. KB ശ്രീധരനാണ് വിവരങ്ങൾ നൽകിയത്. മദ്രാസ് ഹൈക്കോടതിയിൽ നിന്ന് അതിരൂക്ഷ വിമർശനം വിജയ്ക്ക് നേരെ ഉണ്ടാകുന്നു. നേതാവ് ഒളിച്ചോടി എന്ന് തന്നെ കോടതി പറയുകയാണ്. ഒപ്പം സർക്കാരിനും പോലീസിനുമൊക്കെ വിജയുടെ വിധേയത്വമാണത്. വിജയുടെ പ്രചാരണ വാഹനം ഒരു സ്കൂട്ടർ യാത്രക്കാരനെ ഇടിച്ചതടക്കമുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടി അതിൽ എന്തുകൊണ്ട് നടപടികൾ എടുത്തില്ല എന്ന വിമർശനം തന്നെയാണ് കോടതി ഉന്നയിക്കുന്നത്. അതിനിടെ